നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ്, ഇന്നത്തെ ദിവസത്തെ എനർജി എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. ഇന്നത്തെ നിങ്ങളുടെ കറൻറ്റ് സമയം, നിങ്ങളുടെ ലൈഫിൽ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്, നിങ്ങൾ ഇന്നത്തെ ദിവസം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്, നിങ്ങൾ തുടങ്ങി വെക്കേണ്ട പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങി വെക്കണം, അല്ലെങ്കിൽ നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ ഉള്ള എല്ലാ എനർജീനെയും കണക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ യൂണിവേഴ്സൽ മെസ്സേജ് എടുക്കുന്നത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് വളരെ പോസിറ്റീവായിട്ടൊരു റീഡിങ്സ്, നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ അഫർമേഷൻസ് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അഫർമേഷൻസ് എഴുതുക എന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നുവെങ്കിൽ നിങ്ങൾ വളരെയധികം നെഗറ്റീവ് എനർജിയിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. അഫർമേഷൻസ് എഴുതുന്നതനുസരിച്ച് നിങ്ങളിലെ നെഗറ്റീവ് പ്രസൻസ് നിങ്ങൾ അറിയാതെ ഹീലായിക്കൊണ്ടിരിക്കുമെന്നത് മനസ്സിലാക്കുക കേട്ടോ. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പോലും പറയാൻ പറ്റാത്ത വിധം നിങ്ങളുടെ മനസ്സ് നെഗറ്റീവ് ആണെങ്കിൽ, അതിന് പോലും കഴിയുന്നില്ല, ഒരു താങ്ക് യു യൂണിവേഴ്സ് എന്ന് പോലും പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്നും ഫോളോ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നിന് ഒന്നുമില്ല നിങ്ങൾക്ക് മാറി ചിന്തിക്കാനായിട്ട്. നിങ്ങൾ മാറി ചിന്തിക്കുകയേ ചെയ്യുന്നില്ല എന്നതിൻ്റെ അർത്ഥമാണ് ആ അഫർമേഷൻസ് എഴുതാനും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും ഒക്കെയുള്ള നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അത്രത്തോളം നിങ്ങൾ നെഗറ്റീവാണ്, എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നു, കാണുന്നു. അപ്പം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന വ്യക്തികളായിക്കോട്ടെ, ബന്ധങ്ങളായിക്കോട്ടെ, സിറ്റുവേഷൻസുകളായിക്കോട്ടെ, നിങ്ങൾക്കെല്ലാം നല്ലത് വന്നാലും അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടേ അത് തീരുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. സാമ്പത്തിക പ്രശ്നമൊക്കെ മാറാനായിട്ടാണ് മണി അഫർമേഷൻസ് ഇടുന്നത്. ശത്രുദോഷവും ബ്ലോക്കേജും മാറാനൊക്കെ ആയിട്ടാണ് വരാഹി മന്ത്രം ഇടുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങളുടെ സമയവും, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്കൊരു ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും, നിങ്ങളുടെ മുന്നോട്ടുള്ള കരിയർ ലൈഫ് ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്ത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും മുന്നോട്ട് എന്താണ് എന്നൊന്ന് ക്ലാരിറ്റി വരുത്തി, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് എന്ത് തീരുമാനങ്ങളാണ് ജീവിതത്തിൽ എടുക്കേണ്ടതെന്നുള്ളത് ഒരു ക്ലാരിറ്റി വരുത്തി കടന്നു പോകണമെന്നുള്ളവർ മാത്രം പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നമുക്കിവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹെർമിറ്റിൻ്റെ എനർജിയാണ് കേട്ടോ. വളരെയധികം ഒരു പവർഫുള്ളായ, അല്ലെങ്കിൽ വളരെയധികം വ്യക്തതയോടുകൂടി നിങ്ങൾക്ക് കാര്യങ്ങളെ കാണേണ്ട ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങളിപ്പം നിൽക്കുന്നത്, നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ ജീവിത സാഹചര്യം ഒരു വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെടാവുന്ന, എപ്പം വേണമെങ്കിലും വീണു പോകാവുന്ന ഒരു സിറ്റുവേഷൻസിലാണ് കറൻറ്റ്ലി നിങ്ങളിപ്പം നിൽക്കുന്നത്. അവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ചലിക്കണമെങ്കിൽ, മുന്നോട്ടേക്ക് പോകണമെങ്കിൽ വളരെയധികം വിവേകത്തോടു കൂടി നിങ്ങൾ ചിന്തിക്കണം, വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾ ആക്ഷൻ എടുക്കണം. അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ മാറണം. എടുത്തുചാട്ടമൊന്നും ഇപ്പോൾ കറൻറ്റ്ലി നിങ്ങളിൽ പല വ്യക്തികളും നിൽക്കുന്ന സാഹചര്യത്തിൽ പറ്റത്തില്ല. നിങ്ങളുടെ എടുത്തുചാട്ടം, പെട്ടെന്നുള്ള തീരുമാനമെടുക്കൽ, അവിടെ സമാധാനപരമായിട്ട് കാര്യങ്ങളെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ടും വ്യക്തമായിട്ടും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷൻസുകൾ, മോശമെന്ന് തോന്നുന്ന സിറ്റുവേഷൻസിൽ നിന്നും മുഖം തിരിക്കുക, ഉൾവലിഞ്ഞ് നിൽക്കുക എന്ന് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞുപോയ ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തേണ്ട സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കരിയർ മേഖലയായിക്കോട്ടെ, റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ പാസ്റ്റിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. പാസ്റ്റിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനോ തിരുത്താനോ ആയിട്ടുള്ള വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. പാസ്റ്റിലാണ് നിങ്ങളുടെ ഇനി മുന്നോട്ടേക്കുള്ള ഫ്യൂച്ചർ ലൈഫിനെ ക്ലിയറാക്കി കൊണ്ടുപോകണമെങ്കിൽ പാസ്റ്റിലാണ് അതിനു വേണ്ട വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ നിൽക്കുന്നത്. അവിടെയാണ് നിങ്ങൾ തിരയേണ്ടത്, പാസ്റ്റിലേക്കാണ് തിരിഞ്ഞു നോക്കേണ്ടതെന്ന് കൂടി നമുക്ക് ഇന്നത്തെ എനർജിയിൽ ഡിവൈൻ നൽകുന്നുണ്ട് ഗൈഡൻസ്.
എനർജീസ്. അപ്പം കുറച്ച് മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണണം. അതുപോലെ കുറച്ച് ഏജ്ഡായ വ്യക്തികളുടെ പ്രസൻസിലേക്ക് നോക്കുമ്പം ഒരു 50s ഒരു 50-60 വയസ്സിലേക്കൊക്കെ കടന്നു പോകുന്ന ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ട സമയമായി. പാസ്റ്റിനെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തേണ്ട സമയമായി. ഒരു പക്ഷേ നിങ്ങളുടെ പൂർവികരുടെ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് തിരയേണ്ട സമയമായി കേട്ടോ. പൂർവികരായിട്ട് എന്തെങ്കിലും പൂർത്തീകരിക്കാതെ ഇട്ടിട്ട് പോയിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം. ഫാദർ എനർജിയെ ബേസ് ചെയ്ത് ഫാദറിൻ്റെ ഫാമിലിയെ നിങ്ങൾ ആരൊക്കെയാണോ ഈ ഒരു എനർജി കണക്റ്റ് ചെയ്യുന്നത് അവരുടെ എല്ലാം പിതൃക്കന്മാരുടെ, അതായത് അച്ഛൻ്റെ വഴിക്കുള്ള ചില കാര്യങ്ങളിലേക്കൊന്ന് പുനർവിചിന്തനം നടത്താനുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ചില ഇടങ്ങളിൽ ചെല്ലേണ്ട സാന്നിധ്യം കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പൂർവികരായിട്ടുള്ളവർക്ക് വേണ്ട വഴിപാട് പ്രാർത്ഥന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ട് നിങ്ങളുടെ പൂർവികരുടെ അച്ഛൻ എന്ന് പറയുന്ന ഫാദർ എനർജിയെ ബേസ് ചെയ്തുള്ള ആ ഒരു പൂർവിക എനർജിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ, ചില കർമ്മങ്ങൾ നിങ്ങൾക്കവിടെ നിലനിൽക്കുന്നുണ്ട്. അത് പൂർത്തീകരിച്ചാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ടേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുക, നേടിയെടുക്കാൻ സാധിക്കുക, നിങ്ങളുടെ തലമുറയ്ക്കും പ്രയോജനം ചെയ്യുക എന്നുകൂടി കാണുന്നുണ്ട്. അതായത് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങി വെക്കണം, പുതിയ എന്തെങ്കിലും പ്രോജക്റ്റ് വർക്കുകളോ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ട വഴികളിലേക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട് എങ്കിൽ അത് ഇങ്ങനെ ഒരു സ്റ്റക്നെസ്, ഒരു സ്തംഭനാവസ്ഥയിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പിതാവിൻ്റെ ഫാദർ എനർജിയെ കണക്റ്റ് ചെയ്യുന്ന ചില ഇടങ്ങളിൽ നിങ്ങളൊന്ന് പോകേണ്ടി വരും. അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കായി നിൽക്കുന്ന മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യേണ്ടി വരും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ. അപ്പം മുന്നോട്ടേക്കല്ല, ഫ്യൂച്ചറിലേക്കല്ല നിങ്ങൾ തിരിഞ്ഞ് നോക്കേണ്ടത് നിങ്ങൾ പാസ്റ്റിലേക്കാണ് നോക്കേണ്ടത് കേട്ടോ. കുറച്ച് ആളുകളുടെ എനർജിയിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് ഏജ്ഡായ വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടിയിരിക്കുന്നത്. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം. വളരെ ശ്രദ്ധയോടുകൂടി കൺഫ്യൂസ്ഡ് എനർജിയൊക്കെ ഉണ്ട് എങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, മറ്റെവിടെയെങ്കിലുമൊക്കെ ഒരു ഒരു വെല്ലുവിളികളൊക്കെ നേരിടുന്ന സിറ്റുവേഷൻസുകൾ, ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് നിങ്ങളെ ശക്തമായിട്ട് ബ്ലോക്ക് ആക്കുകയോ ശക്തമായിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും ചില സിറ്റുവേഷൻസുകൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ചില നെഗറ്റീവ് സിറ്റുവേഷൻസുകൾ അവസാനിച്ച് ഒരു പുതിയ തുടക്കം, ഒരു നീതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ്, അതായത് ഒരു പക്ഷേ നിങ്ങൾ കരിയർ മേഖലയിലായിരിക്കാം, അതല്ലെങ്കിൽ മറ്റ് സിറ്റുവേഷൻസിൽ കമ്മ്യൂണിക്കേഷൻ പരമായിട്ട്, ഒരു ലീഗൽ പരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളെ നിങ്ങൾ നേരിടുന്ന സിറ്റുവേഷൻസിലായിരിക്കാം. ഒരു ഫെമിനിയൻ എനർജി നിങ്ങൾക്ക് നേരെ ശക്തമായിട്ടും പവർഫുള്ളായിട്ടും നിൽക്കുന്ന വ്യക്തികളുടെ എനർജി കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ അതൊരു അവസാനമാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അവിടെ ഒരു ഡെത്ത് എനർജിയാണ് വന്നിരിക്കുന്നത്. കാര്യങ്ങൾക്കൊക്കെ ഒരു എൻഡിങ് ആയിട്ട്, അവസാനമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. ഫുൾ കാർഡിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പുതിയ തുടക്കത്തെക്കുറിച്ചാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം കുറേ കാലങ്ങളായിട്ട് ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിച്ച് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടുണ്ട് എങ്കിൽ, കരിയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു പാഷൻ, സ്വപ്നം സാക്ഷാത്കാരമായിരിക്കുക, ഒരു ആഗ്രഹ സാഫല്യമായിക്കോട്ടെ, വളരെയധികം ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുന്ന, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെ ശക്തമാകുന്ന ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് മനസ്സിലിങ്ങനെ ആഗ്രഹം പോലെ കൊണ്ട് നടക്കുന്നുണ്ട്. ആക്ഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലൂടെ ചെയ്യുന്നൊരു കാര്യത്തെയാണ് കാണുന്നത്. അവിടെ ഒരു ബ്ലൈൻഡ് എനർജി കാണിക്കുന്നുണ്ട്. അതായത് ചീറ്റിംഗ് ചെയ്യപ്പെടുമോ, ഇരയാക്കപ്പെടുമോ, അതുപോലെ അവിടെ നിങ്ങൾക്കൊരു നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ ഒരു ക്ലാരിറ്റി കുറവായിരിക്കും. ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് സ്വയം നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ബന്ധനം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അത് കരിയറിൻ്റെ സംബന്ധിച്ച്, എന്തെങ്കിലും ജോലിയെ സംബന്ധിച്ചോ, പുതിയതായിട്ട് സ്വന്തമായി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ കണക്റ്റ് ചെയ്തോ,
അതല്ല എങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുള്ളത് തുറന്ന് പറയാൻ പറ്റാത്ത വിധമുള്ള എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ആയിരിക്കാം. എന്താണെങ്കിലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, മനസ്സിൽ വല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ മനസ്സ് തന്നെ തടയുന്നു. അത് വേണോ വേണ്ടയോ എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലായ്മ. പക്ഷെ അത് നിങ്ങൾക്ക് ഒന്നും നോക്കണ്ട എന്നാണ് നമുക്ക് എനർജിയിൽ കാണുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ്, നിങ്ങൾക്കത് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ഉണ്ട്, നിങ്ങളുടെ കൂടെ ഡിവൈൻ പ്രസൻസ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഒരു മാറ്റത്തെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങനെ ബ്ലോക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് ഒരു വെല്ലുവിളി നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ കേട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും മുന്നിൽ നിങ്ങളോട് ഒരുപാട് മത്സരബുദ്ധിയോടുകൂടി ആരുടെയെങ്കിലൊക്കെ പ്രസൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്കിംഗ് ചെയ്തുകൊണ്ട് നിങ്ങളെ തടഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചില സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ലൈഫിൽ കണക്റ്റഡ് ആണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സ് തന്നെ ആവാം കേട്ടോ. നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങൾക്കൊരു ബ്ലോക്ക് വരുത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് തെറ്റായ ഗൈഡൻസ് നൽകുന്നതായിട്ടോ, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മ, നല്ലൊരു ഗൈഡൻസ് ഇല്ലാത്ത ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻസിനെ കാണിക്കുന്നുണ്ട്. ശരിക്കും ഒരു പുനർവിചിന്തനം നടത്തേണ്ട സാഹചര്യം പോലെ, അതല്ലെങ്കിൽ കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻസിലാണ് കുറച്ച് ആളുകളുടെ എനർജി നിൽക്കുന്നത്. അതായത് ഒരുപാട് തടസ്സങ്ങൾ മുന്നിൽ, ഒരു വെല്ലുവിളികൾ നിൽക്കുന്നത്, ഒരു വെല്ലുവിളി നേരിടുന്നതായിട്ട്, അതല്ലെങ്കിൽ നിങ്ങളോട് മറ്റുള്ളവർ മത്സരിക്കുന്ന ഒരു ഫീലിങ്സ്, അതല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്കാക്കിക്കൊണ്ട് മറ്റ് എനർജികൾ നിൽക്കുന്നൊരു ഫീലിങ്സ്, വളരെ ശക്തമാകുന്ന തടസ്സങ്ങൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഒരു സ്വപ്നം, കുറേ കാലങ്ങൾ കൊണ്ടുള്ളൊരു സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇടത്താണ് നിങ്ങൾ ഈ ഒരു ഫൈറ്റിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലാതെ നിൽക്കുന്നു. അവിടെ നമുക്ക് നൽകുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് എന്താണ് ഗൈഡൻസ് നൽകുന്നത്, നിങ്ങൾക്ക് ആ ഒരു തടസ്സത്തെ മറികടന്ന്, അല്ലെങ്കിൽ മറ്റു വ്യക്തിബന്ധങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള എല്ലാ മാർഗവും നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നത്, അതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് കേട്ടോ പറയുന്നത്. ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് പ്രതിസന്ധികളെ തരണം ചെയ്തു പോകാനുള്ള മാർഗം. അത് നിങ്ങൾ ബുദ്ധിപൂർവം പ്രയോഗിക്കുക എന്നാണ് കാണുന്നത്. ഒരു വഴി നിങ്ങൾക്ക് തടസ്സം ചെയ്താൽ 100 വഴികൾ നിങ്ങൾക്ക് തുറന്ന് കിട്ടുമെന്നാണ് എനർജിയിൽ കാണിച്ചു തരുന്നത് കേട്ടോ. അവിടെയായിട്ട് ശക്തമാകുന്ന ഇമോഷണൽ ബ്ലോക്കേജാണ്. അതായത് ബന്ധങ്ങളെ ബേസ് ചെയ്തായിരിക്കാം നിങ്ങൾക്ക് ബ്ലോക്കേജ് വരുന്ന, വേണ്ടപ്പെട്ടവരെ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസിലായിരിക്കാം നിങ്ങളിങ്ങനെ ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. എന്താണെങ്കിലും അത് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു വഴി ക്ലോസ് ആയാൽ 100 വഴി തുറന്ന് കിട്ടും. അത് നിങ്ങളുടെ ഉറച്ച തീരുമാനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനെന്നുള്ളതുകൂടി കാണുന്നുണ്ട്. ദ ഹയറോഫെൻറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ ഇമോഷണൽ ഓപ്പണിംഗ് വേണ്ട ഒരു സമയമാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ട്, പക്ഷെ അത് നിങ്ങൾ ആരോടും ഷെയർ ചെയ്യാതെ നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഷെയറിങ് എനർജിയിലേക്ക്, കാര്യങ്ങൾ ഒരാളോടെങ്കിലും തുറന്നു പറയുക എന്നുള്ള ഒരു എനർജി വരുന്നുണ്ട്. ഒരു പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കഴിഞ്ഞുപോയ നിങ്ങളുടെ ജീവിതത്തിലെ ചില വലിയ വലിയ പ്രശ്നങ്ങളെ നിങ്ങൾ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന ഒരു നല്ലൊരു സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. വേൾഡ് കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന ടോട്ടലി നോക്കുമ്പം നിങ്ങൾക്ക് എത്രത്തോളം പവർഫുള്ളാണ് അത് നിങ്ങൾ പൂർണ്ണമാക്കിയെടുക്കുക. നിങ്ങൾ എത്രത്തോളം കഴിവുള്ള വ്യക്തികളാണ്, എത്രത്തോളം നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും, എത്രത്തോളം ശേഷിയുണ്ട് നിങ്ങളുടേതെന്നുള്ളത് നിങ്ങൾക്കിന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ അതിന് പറ്റിയ ഒരു
അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ വേൾഡ് കാർഡിൻ്റെ എനർജി ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല. 4 ചുറ്റും ശത്രുക്കൾ ഉണ്ടെങ്കിലും നിങ്ങൾ ടോട്ടലി പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നതായിട്ട് കാണുന്നത്. നെക്സ്റ്റ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഒരു നിരാശ, ഒരു ചീറ്റിംഗ് പ്രസൻസിൽ നിന്നും കുറച്ച് ആളുകൾ, നിങ്ങൾ ചതിക്കപ്പെട്ടിരുന്ന വ്യക്തികളാണ്. നിങ്ങൾ എഫോർട്ട് എടുത്ത ഒരു സിറ്റുവേഷൻസിൽ, അതൊരു പക്ഷേ സാമ്പത്തികമായിട്ടാവാം, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്താവാം. നിങ്ങൾ എഫോർട്ട് എടുത്തെടുത്ത് നിങ്ങൾ വളരെ ശക്തമായിട്ട് ചതിക്കപ്പെട്ടിരുന്നു. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടൊരു സിറ്റുവേഷൻസാണ് കാണുന്നത്. നിങ്ങളിലേക്ക് വന്നു ചേർന്നില്ല എന്നുള്ളൊരു ഫീലിങ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നിങ്ങൾ വളരെ തകർന്ന് നിന്ന വ്യക്തികളാണ് എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്കുള്ള മാറുകയാണ് കേട്ടോ. നിങ്ങളൊരു സ്ട്രോങ് ആയിട്ട് ഒരു പവർഫുള്ളാകുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ കാര്യത്തെ വളരെയധികം മെച്യൂരിറ്റിയോടുകൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് ആളുകൾക്ക് പുതിയ തുടക്കമാണ് കേട്ടോ. ജീവിതം എന്ന് പറയുന്ന ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല, ഒന്നും ക്ലിയർ ആവില്ല എന്ന് ചിന്തിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ക്ലാരിറ്റിയിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി വരുന്നുണ്ട്. നിങ്ങൾക്കിന്ന് ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ കിടന്ന കുറേ കാര്യങ്ങൾ പുറത്തേക്ക് പറയാൻ പറ്റുന്ന, നിങ്ങളുടെ മനസ്സിൽ നിന്നും പുറത്തേക്ക് കളയാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് ലൈഫിലൊരു പുതിയ തുടക്കമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ കുറച്ച് ആളുകളുടെ എനർജിയിൽ സ്വപ്നം റിയാലിറ്റി ആകുന്ന ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചു എന്ന് ചിന്തിച്ച ചില കാര്യങ്ങൾക്ക് ആരംഭം കുറിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻ ദി നിയർ ഫ്യൂച്ചർ എന്നാണ് ഞാൻ ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന ഏഞ്ചൽസ് മെസ്സേജ് കേട്ടോ. ഈ അടുത്ത ഏതാനും സമയങ്ങൾക്കുള്ളിൽ എവിടെയെങ്കിലും ട്രാവലിംഗ് പ്രസൻസ് ഒക്കെ ബ്ലോക്കായിട്ട് നിൽക്കുന്നവർക്ക് ഉടനെ തന്നെ ട്രാവലിംഗ് വരുന്നുണ്ട് കേട്ടോ. ഇൻ ദി നിയർ ഫ്യൂച്ചർ, അടുത്ത ഏതാനും സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം വരാൻ പോകണം. ഒരു സ്റ്റക്കായിട്ട് നിന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി കണക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് പറയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നു. ആക്ഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനായിട്ട് നിന്നവർക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ദൂരയാത്രയ്ക്ക് വിദേശവാസത്തിനൊക്കെ ഉള്ള യോഗം വന്ന് ചേർന്നിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി എന്ന് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ റിലേഷനിലൊക്കെ വളരെ തകർച്ച, ഒരു ട്രാജഡിയിലൂടെയൊക്കെ കടന്നു പോകുന്നവർ, അതായത് പ്രതീക്ഷിക്കാത്ത വിധമുള്ള ഒരു വീഴ്ച, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ബന്ധങ്ങൾക്കൊരു തകർച്ച വന്നിട്ടുണ്ട് എങ്കിൽ അത് സമയത്തിൻ്റെ പ്രോബ്ലംസ് ആണ് കേട്ടോ. അതായത് നിങ്ങളുടെ ടൈം കറക്റ്റ് അല്ലാത്തതിൻ്റെ പേരിൽ ബന്ധങ്ങളിൽ വിള്ളൽ വരിക, വീഴ്ച വരിക, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി എന്നാണ് കേട്ടോ. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷനിലൂടെ കടന്നു പോവുക എന്നാണ് കാണുന്നത്. ദെയർ ഈസ് സംതിങ് ബെറ്റർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിലും നല്ല സമയം വരാൻ പോകുന്നു. അതായത് ഒരു ടോക്സിക് സിറ്റുവേഷൻസിലാണ് നിങ്ങളെപ്പോഴും ഒരു മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു രീതിയിലും ഒരു സമാധാനവും സന്തോഷവും ഇല്ല, സ്വയം നമുക്ക് നമ്മളോട് തന്നെ ഒരു മടുപ്പ് തോന്നുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നവരിലേക്ക് നോക്കുമ്പം നിങ്ങൾ ഈ ചിന്തിക്കുന്നതൊന്നുമല്ല നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ. ചെറിയ വീഴ്ചകളും വലിയ വീഴ്ചകളൊക്കെ വലിയ വലിയ വിജയങ്ങൾക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റേജാണ് എന്ന് മനസ്സിലാക്കുക. ഈ സമയമൊക്കെ മാറി നല്ലൊരു ടൈം നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് കാണുന്നത്. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ബ്ലോക്കേജ് അനുഭവിക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി വേണം, ഫിനാൻഷ്യലി ഒന്ന് ഓക്കെ ആവണം, ഒരു സക്സസ്സിലേക്ക് എത്തണം, സാമ്പത്തികം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ സമാധാനപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക. പണമെന്ന് പറയുന്നത് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് തന്നെയാണ് എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ.